അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി നൽകി. നെടുമങ്ങാട് നഗരസഭയിലെ പെരുമല, മരുതൂറ അങ്കണവാടികളിലാണ് കുട്ടികൾക്ക് ബിരിയാണി നൽകിയത്. വാർഡ് കൗൺസിലർ ബിജുവിന്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തിയത്. എല്ലാ ദിവസവും കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകാനുള്ള ശ്രമത്തിലാണ് ഈ സംഘം. എന്തൊരു സന്തോഷമാണ് ബിരിയാണി കിട്ടിയപ്പോൾ അവരുടെയൊക്കെ മുഖത്തുള്ളത്. നമുക്കിപ്പം രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, കഴിഞ്ഞ ദിവസം ശങ്കരന്റെ വീഡിയോ വൈറലായിരുന്നു. പൊരിച്ച കോഴി വേണം, ഉപ്പുമാവ് മാറ്റി ബിരിയാണി വേണം എന്നൊക്കെ പറയും. എന്തായാലും അത് തന്നെയാണ് ഇവർക്കൊരു പ്രചോദനമായി മാറിയത്. എന്തായാലും ആ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ബിരിയാണി കഴിക്കുന്നത്. പറയൂ. അത് തന്നെയാണ് ജയലക്ഷ്മി പറഞ്ഞ ആ കാര്യം തന്നെയാണ്. എന്ത് സന്തോഷമായിട്ടാണ് അവർ കഴിക്കുന്നതെന്ന് പറയുന്ന ദൃശ്യം തന്നെയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും ഒരുപക്ഷെ മുന്നോട്ട് പോകുന്ന ഇടവേളകൾ എങ്ങനെ ആനന്ദകരമാക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും. ഇപ്പോൾ ജോലിക്കിടയിലായാലും ഞാനും ഇപ്പോൾ ജയലക്ഷ്മി ആയിക്കോട്ടെ ക്യാൻറ്റീനിൽ എന്താണ് കഴിക്കാൻ എന്ന് നമ്മൾ തിരക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും ഈ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഉച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു, അതിന് ഉച്ച സദ്യയായി മാറി. ചില ദിവസങ്ങളിൽ പാലും മുട്ടയും കൊടുക്കും. ആ ദിവസം പ്രത്യേക ഉന്മേഷമായിരിക്കും. ഈ കഞ്ഞി വാങ്ങാൻ പോകുന്നവരെ പോലെ കാത്തിരിക്കുന്നത്, കഞ്ഞി വാങ്ങാൻ പോകാത്തവരും ഒരുമിച്ച് കഴിക്കാൻ കാത്തിരിക്കുന്ന ഒരു വൈബിലാണ് പഠിച്ചു വന്നത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ കുട്ടികളുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ പറയുന്നത് പോലെ ഈ ആഗ്രഹം പറഞ്ഞാലും അത് കേൾക്കാൻ മനുഷ്യരുണ്ടാകണമെന്നത്. ഇപ്പോൾ ഒരാഗ്രഹം പറഞ്ഞാൽ നടത്തി കൊടുക്കണ്ടേ എന്ന് ചിന്തിക്കാൻ മനുഷ്യർ വേണമെന്ന് പറയുന്നത് പോലെയാണ് നെടുമങ്ങാട് നഗരസഭയിലെ കാഴ്ചയാണ്. അവിടെ വാർഡ് കൗൺസിലറായ ബിജുവും സുഹൃത്തുക്കളുമാണ് കുട്ടികൾ ബിരിയാണി എന്നൊരു ആഗ്രഹം പറഞ്ഞെങ്കിൽ അത് അവർ കഴിക്കട്ടെ എന്ന് ചിന്തിക്കുന്നത്. ഇത് തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും കഴിക്കുന്ന ആഹാരം എന്ത്, അതിൻ്റെ പോഷക ഗുണങ്ങൾ എന്ത് എന്നൊക്കെ കൂടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം അമൃതം പൊടിയും കൂരവും ഒക്കെ തിരഞ്ഞു പിടിച്ച് കഴിച്ച് അതിന് ആരോഗ്യപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതും ആരോഗ്യപരമായ കാര്യമാണ്. ആഗ്രഹങ്ങൾക്കും അവിടെ ഇടമുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ശരി രാഹുൽ, എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിച്ചു. ചിക്കൻ ബിരിയാണി തന്നെ അവർക്ക് കിട്ടി. അവർ സന്തോഷത്തോടു കൂടിയാണ് കഴിച്ചത്. നമുക്കും അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം.